ഹായ്, സുഖമാണോ എല്ലാവർക്കും? ഞാൻ ഇന്ന് ഒരു ചലഞ്ച് തരികയാണ് നിങ്ങൾക്ക് മുന്നിൽ. എന്താണെന്നല്ലേ ആ ചലഞ്ച്? നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരുടെയും നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും രണ്ട് ഗുണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? നമ്മൾ എപ്പോഴും അവരുടെ കുറവുകളും പോരായ്മകളും അവരുടെ പ്രവൃത്തികളിലെ അപൂർണതകളും ഒക്കെ കണ്ടെത്തി അവരെ വിധിക്കുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയും ചെയ്യാറില്ലേ? എന്തുകൊണ്ടാ അവരിലെ നല്ല ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാ അവരിലെ നന്മകൾ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? ദൈവം ആരെയും കുറവുകളോടെ മാത്രം സൃഷ്ടിച്ചിട്ടില്ല, പോരായ്മകളോടെ മാത്രം സൃഷ്ടിച്ചിട്ടില്ല. നല്ല ഗുണങ്ങളും എന്നാൽ കുറവുകളും ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നൽകിയിട്ടുണ്ട്. ഈ ലോകം എത്രമാത്രം സുന്ദരമായേനെ എന്നറിയാമോ? മറ്റുള്ളവരുടെ നന്മകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെത്തി ഈ നന്മകൾ മാത്രം പറയുകയായിരുന്നെങ്കിൽ നമുക്കും ഇനി അങ്ങനെയൊന്ന് പെരുമാറിയാലോ? മറ്റുള്ളവരുടെ ഗുണങ്ങള് നന്മകള് കണ്ടെത്തി പറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ ലോകം പോലും മാറിപ്പോകും. എന്നിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ഇന്നു മുതൽ മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തി പറയാൻ, കുറവുകൾ അവിടെ മാറ്റി നിർത്തിയിട്ട് ആ കുറവുകളിലേക്ക് എന്തെങ്കിലും ദൈവം കടന്നു വരുമെന്ന പ്രതീക്ഷയിൽ അവരുടെ നന്മകൾ മാത്രം കണ്ടെത്തുന്നവരായി, നന്മകൾ മാത്രം പറയുന്നവരായി ഞാനും നിങ്ങളും ഒക്കെ മാറട്ടെ. അങ്ങനെ ഈ ലോകത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. വചനം പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നു. 1 തെസ്സലോനിക്ക 5:11.